ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ പത്ത് സ്കൂളായിട്ട് ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും തിരക്കിടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് തന്നെ നമുക്ക് ബാഗിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതാകുമ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ബാഗ് എന്ന് പറഞ്ഞാൽ. കണ്ടാൽ കുറച്ച് ചെറുതായിട്ടൊക്കെയാണ് തോന്നുന്നത്, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിനകത്ത് ഈ ഒരു സ്പേസിനകത്ത് വയ്ക്കാൻ വേണ്ടി പറ്റും. ഇതിന് രണ്ട് സൈഡ്സാണ് ഇതിന് വരുന്നത്. ഇവിടെ ഒന്നായിട്ടാണ് വരുന്നത്. കണ്ടാൽ ചെറുതായിട്ട് തോന്നും, പക്ഷെ അത്യാവശ്യം നല്ല വീതിയുള്ള ടൈപ്പാണ്. ഇത്ര നല്ല കിട്ടും. ഉള്ളിൽ വയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് സ്പേസ് ഉണ്ടാവും. ഡിഫറൻസ് മനസ്സിലാൻ വേണ്ടി വരും. പിന്നെ ഈ ഒരു ബാഗിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, സൈഡിൽ രണ്ട് സ്ഥലത്തും ഉണ്ട് ഈ ഒരു സാധനം. പക്ഷേ ഇത് സാധാരണ വല വെച്ചിട്ടാണ് ഉണ്ടാവാറ്. ഇത് പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, കാരണം ഇത് ക്ലോത്താണ്. നെക്സ്റ്റ് ഞാൻ നോട്ട്ബുക്സ് വാങ്ങിയിട്ടുള്ളൂ. ഞാൻ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് ഞാൻ പൊതിഞ്ഞിട്ടുള്ളത്. ഞാൻ പ്ലെയിൻ നെയിം സ്ലിപ്പ് വെച്ചിട്ടാട്ടോ ചെയ്തത് ഈ പ്രാവശ്യം. എനിക്കും തോന്നുന്നു ഈ ഡിസ്നി പ്രിൻസസ്സൊക്കെ കിട്ടാറ്. എനിക്ക് സാധാരണ നല്ല രസമുള്ളതൊന്നും കിട്ടാറില്ല. വല്ല ഫ്ലവറോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള പിങ്ക് കളർ അടിച്ചതോ പോലെ. കളർ അടിച്ചതൊക്കെ ആണെങ്കിൽ പിന്നെ ഉപയോഗിക്കാം നമുക്ക്. ഇതാണ് പ്ലേസിൽ വൈറ്റ് കളർ വെച്ചിട്ട്. നെക്സ്റ്റ് പൗച്ച് ആണ്. ഇവിടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് തുറന്ന് ഞാൻ തന്നെ വെച്ചാട്ടോ, കാരണം അതിലുള്ള ഒരു ബ്ലൂ സിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കട്ടി കുറഞ്ഞ സിബാണ്. അപ്പോൾ ഇത് പൊട്ടും നല്ല പേടിയുണ്ട്. ഇതും എനിക്ക് പൊട്ടുകളൊക്കെ പേടിയുണ്ട്, പക്ഷെ ഇത് പൊട്ടിയാൽ തന്നെ നമുക്ക് റെഡ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അത് എൻ്റെ ഒരു പാവ കുട്ടിയുടെ സിബായിരുന്നു. അത് പൊട്ടി കിടക്കൊണ്ടായിരുന്നു. പക്ഷെ അതിനകത്തേക്ക് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാനത് ഇനി ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ചാക്കിൽ കെട്ടിയിരിക്കുന്നുണ്ടാവും. ഇതിനകത്ത് സാധനങ്ങളെല്ലാം ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എന്ന് വാങ്ങി. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെന്ന് ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു സാധനം നോക്കിയിട്ട് പെൻസിൽസൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാധനമുണ്ട്. പക്ഷേ ഞാനത് അതിനകത്ത് പറ്റുന്ന പെൻസിൽ എന്ന് പറഞ്ഞാൽ ഈ പെൻസിൽസ് എന്ന് പറഞ്ഞാൽ അപ്സര പോലത്തെ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ ഞാൻ അപ്സര യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ യൂണിപ്പൂരാൻ പറ്റുന്ന ഈ ഒരു ടൈപ്പിൽ ഈ റെയിൻബോ കളറുള്ള ഐറ്റം അതാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതായിരുന്നു. ഗിഫ്റ്റിൻ്റെ തന്നതാണ് ആ ഗിഫ്റ്റ്. പിന്നെ ഈ ഒരു സിസറാണ് ഷാർപ്നർ. ഈ ഒരു ഷാർപ്നറായിരുന്നു വാങ്ങിയിട്ടുണ്ടെങ്കിൽ. ഷാർപ്നർ ഇത് കുറച്ച് പണ്ടത്തെ ഒരു ഇത്തിരി ഓൾഡാന്ന് തോന്നുന്നു. 2 വർഷമൊക്കെ പഴക്കം ഉണ്ടാവില്ല. പക്ഷെ ഇത് ഞാൻ പുതിയത് വാങ്ങിയതാട്ടോ. പക്ഷെ ഇതിൻ്റെ ട്രെൻഡിന് 2 വർഷം പഴക്കമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ യൂണിക്കോൺ ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ പൗച്ചിന് പുറത്തും അതുപോലെ ഇതിന് പുറത്തും യൂണിക്കോണിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ ഇതായിരുന്നു. ഇതിനകത്ത് നമുക്ക് ആ ഒരു ഷാർപ്നറും കൂടെ ഊരാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഊരിയിട്ടുണ്ട് ഗായ്സ്.
നെക്സ്റ്റ് ഞാനൊരു കുട്ടി മിനി സ്റ്റേപ്ലർ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനത് സ്റ്റിക്കർ കൂട്ടി ശേഷിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ UP-യിലാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിനൊക്കെ മോഡൽ എക്സാംസ് അതുപോലെ ഒരു യൂണിറ്റ് ടെസ്റ്റൊക്കെ കിട്ടുന്ന സമയത്ത്, വീക്കെൻഡ് ടെസ്റ്റൊക്കെ കിട്ടുന്ന സമയത്ത് 2 പേപ്പറൊക്കെ വരികയാണെങ്കിൽ മടക്കി വെക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ ഇത് പാൽ പോവുകയും ചെയ്യുമ്പോൾ 2ലും കൂടെ പേര് ചെയ്ത് വെക്കണമല്ലോ. ഇത് ഇങ്ങനെ സ്റ്റാപ്പിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ സുഖമാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഇതിനകത്തുള്ളത് ഇങ്ങനെ ഒരു ഇങ്ങനെ സ്ട്രിപ്പായിട്ടുള്ള ടൈപ്പ് സ്റ്റിക്കി നോട്ടാണ്. ഇതിൻ്റെ യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്. പിങ്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പേപ്പർ സോഫ്റ്റിൻ്റെ സെല്ലോടെ പെൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ ഞാൻ പുറത്ത് ഷെയ്ഡ് വരുന്നത് 2 ആയിട്ടുണ്ട്. പുറത്തൊരു ഷെയ്ഡ് ബ്ലൂ, ഒരു ഷെയ്ഡ് റെഡും ആണുള്ളത്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത്. അപ്പം പക്ഷെ ഇങ്ക് ബ്ലാക്ക് ആട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ഭയങ്കര ഇഷ്ടമാണ്. പലരും വാങ്ങിയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ നോർമൽ ക്യാമ്പിൻ്റെ സ്കെയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്ര ഐറ്റംസ് ആണ് നമ്മളുടെ പൗച്ചിനകത്തുള്ളത്. ഇതിനകത്തൊക്കെ നോക്കിയാൽ നമുക്ക് അജാനക്കായിട്ട് ഇതുപോലത്തെ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പറ്റും. പിന്നെ ഈ ഹൈഡ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ നോർമൽ നമ്മുടെ യൂണോമാക്സിൻ്റെ ഹൈലൈറ്ററാണ്. ഇത് ഞാൻ കഴിഞ്ഞ ഫൈനൽ എക്സാമിന് വാങ്ങിയതായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെയുള്ളൊരു നോർമൽ ഷെയ്ഡ് ഉണ്ട്, നമ്മുടെ ഒരു യെല്ലോ ഷെയ്ഡ് പോലത്തെ റൈറ്റ്. അതുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല, ഇത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീട്ടിൽ നിന്നും ഇത് സ്കൂളിൽ നിന്ന് ഉപയോഗിക്കാം. പിന്നെ ഞാൻ നേരെ തല തിരിച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അത് ഉപയോഗിച്ചാൽ മതി, ഇത് 7th എത്തിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അറ്റ്ലീസ്റ്റ് 7th എത്തി. കുറച്ച് ഉയരമുള്ള കുറച്ചായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ലെയറായിട്ടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ സിബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനകത്താട്ടോ, ട്രാൻസ്പെറൻറ്റ് ഷീറ്റോട്ട് പൊന്നൊരു ബോക്സിനകത്താണ് നമുക്കിത് കിട്ടുന്നത്. ഭയങ്കര ഇഷ്ടമായി ബോക്സ്. ഓക്കെ, ദെൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫയലിനകത്ത് ഞാൻ നന്നായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കൊള്ളാനുണ്ട്. നന്നായിട്ടൊന്നുമില്ല, ഒരു ഡയമണ്ട് രൂപ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒരു സൈഡിലൊരു യെല്ലോ കളർ. ഇപ്രാവശ്യവും ഫയൽ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഫയൽ വാങ്ങിയത് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് അത് കീറിപ്പോയി. പിന്നെ ഒരു ഫയൽ ഉപയോഗിച്ചു, അത് കീറിപ്പോയി. വീണ്ടും ഒരു ഫയൽ ഉപയോഗിച്ചു, അതും കീറിപ്പോയി. ലാസ്റ്റ് ഒരു ഓറഞ്ച് ഫയൽ ഉണ്ടായിരുന്നു, അത് അതിനകത്ത് ഇരിക്കുന്നുണ്ട്, എൻ്റെ ടേബിളിനകത്ത് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ഐറ്റം ഇതായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ ബ്രഷ് കൂടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതായിരുന്നു 12 ഷെയ്ഡ്സ് ആണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും വൈറ്റ് കഴിഞ്ഞാൽ വൈറ്റ് തൊട്ട് താഴെയായിട്ടുണ്ടല്ലോ, അതായിരുന്നു പേൾ വൈറ്റ് ഇരിക്കുന്നത്. അതായത് ഏകദേശം ഒരു സിൽവറിൻ്റെ ടെക്സ്ചറുള്ളൊരു പേൾ വൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ പർപ്പിളം വിചാരിച്ച് നോക്കുമ്പോൾ ഒരു വയലറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരു പ്രഷ്യൻ ബ്ലൂ ഇരിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു പിങ്കാണെന്ന് വിചാരിച്ചപ്പോൾ മജന്തയാണ്. നെക്സ്റ്റ് റെഡ്, ഒരു മജന്തൊക്കെ മിക്സ് ചെയ്ത് റെഡായിരുന്നു. ഷെയ്ഡ് എന്തായിരുന്നു, ക്രിംസൺ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതാണ് ഷെയ്ഡ്, മജന്ത ഷെയ്ഡ്. ഞാൻ ഇതായിരുന്നു ഞാൻ പറഞ്ഞ വയലറ്റ് ഷെയ്ഡ്. പിന്നെ പറഞ്ഞ ആ ഒരു പേൾ വൈറ്റ് ഷെയ്ഡ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിത് വൈറ്റ് ആയിട്ട് തോന്നും, പക്ഷേ ഇത് ഞാൻ വൈറ്റും ഈ ഒരു പേൾ വൈറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആ ഒരു വിൻഡോ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ വൈറ്റ് ഒരു ലെമൺ ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നോർമൽ ഓറഞ്ച് ആയിരുന്നു, പക്ഷെ എൻ്റെ താഴെ ബ്രൗൺ ബേൺസൈന ഷെയ്ഡായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഷെയ്ഡ് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടാറില്ല. ഞാൻ ഇലക്ട്രിക് പെയിൻറ്റ് വാങ്ങുമ്പോൾ ബ്രൗൺ ഷെയ്ഡ് എനിക്ക് കിട്ടാറില്ല, പകരം ഈ ഒരു സേന ഷെയ്ഡാണ് കിട്ടാറ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ലൈറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്.
ബ്ലാക്ക്, സത്യം പറഞ്ഞാൽ ഇത് ബ്ലാക്ക് ആയിട്ടേ തോന്നില്ല. പിന്നെ ഫ്ലഷ് ടിൻ്റെ ഷെയ്ഡ് ഉണ്ടായിരുന്നു, പിന്നെ സാഫ് ഗ്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് എപ്പോഴും ഒന്നല്ലെങ്കിൽ ഡാർക്ക് ഗ്രീന് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീന് അല്ലെങ്കിൽ ഇൻഫ്രാ ഒലിവ്, നോർമൽ ഒലിവ് ഒക്കെ കിട്ടാറ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കറക്റ്റ് സാഫ് ഗ്രീൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ബ്ലൂ ആയിരുന്നു. പിന്നെ ഇതായിരുന്നു ഞാൻ വാങ്ങിയിട്ട് 3 വർഷം മുടക്കാതെ ഈയിടെയായിട്ടാണ് വാങ്ങുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാവുമ്പോൾ ഈ ചളിയിലൊക്കെ ഞാൻ പെട്ടെന്ന് അറിയാതെ ഞാൻ നിലത്തേക്ക് നോക്കി നടക്കില്ല. പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചൊക്കെ നടക്കുക. അപ്പോൾ അതൊക്കെ ആലോചിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പോയി ചളി അങ്ങ് ചവിട്ടുമ്പോഴേ നമ്മൾ നോക്കത്തുള്ളൂ. അതുപോലത്തെ ഈ ഒരു ചെരുപ്പെന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ട്നെസ് ആണ്. പക്ഷെ നോർമലായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വൈറ്റിലൊരു ഡോട്ട് ഒരു ഫ്ലവേഴ്സും അണ്ണാൻകുട്ടി ചിത്രമുള്ളൊരു ഇതായിരുന്നു. പിന്നെ എനിക്ക് ഒരു പിങ്ക് ആയിരുന്നു, ഒരു മീൻ ചറുപോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എനിക്ക് കുറച്ചുകൂടെ നല്ലത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്. ഈ ക്യാമറയിലെല്ലാം കുറച്ച് ഓവറിട്ട് തിളങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വിൻഡോയുടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓവറായിട്ട് ഇങ്ങനെ തിളങ്ങുന്നത്. ഇതാണ് ഐറ്റം. അടുത്ത് വയ്ക്കും മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ടെഡി ബെയറൊക്കെ ഉണ്ടേ. എന്നാലും ഇത് ഊരി വെച്ചിട്ടേ ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. ബോറൊന്നും ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ആക്രിലിക് പെയിൻറ്റ്. അപ്പോൾ ആക്രിലിക് വയസ്സ് ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഷെയ്ഡ് കാണാം. ഇത് രണ്ടും എനിക്ക് ഗിഫ്റ്റ് കിട്ടി കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ ബ്രഷസ് ആയിരുന്നു. ഇതിൻ്റെ ഈ ബ്രഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ടോപ്പ് പോലത്തെ സംഭവം കൊണ്ടുപോയി. ആ ടോപ്പ് പോലത്തെ സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ അറിയില്ല. കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് എന്നത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 2 കൂടി ഉണ്ടായിരുന്നു. പക്ഷെ പല ലെങ്ത്തിലായിരുന്നു ഏറ്റവും ഉണ്ടായിരുന്നത്. ഒരു ടോപ്പ് പോലെയാണ്, പക്ഷെ ഒരു സ്ട്രോ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എന്താ സത്യം പറഞ്ഞാൽ ഞാൻ അധികമൊന്നും വാങ്ങിയിട്ടില്ല. ഇരുന്ന സാധനം അറിയോ? അല്ല നമ്മുടെ ഈ ഒരു റോൾ ഉണ്ടല്ലോ, ആ റോളിൻ്റെ ഉള്ളിനകത്തുള്ള സാധനമാണ്. എനിക്ക് എല്ലാ റാപ്പേഴ്സ് വാങ്ങുമ്പോഴും അതിനകത്ത് ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് റോൾ ഇട്ടാറുണ്ട് കേട്ടോ. പക്ഷെ അത് വെച്ചിട്ടൊന്നും ഞാൻ ക്രാഫ്റ്റ് ചെയ്യാറുള്ള തൊടിയിലിടാറാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്കെന്തോ ഇപ്പം 2-3 ദിവസം മുന്നെയാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത്. ഞാൻ ഇത് വെച്ചിട്ട് എന്തോ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇതായിരുന്നല്ലോ അത്. വേഗം പോയിട്ട് ബുക്കൊക്കെ പൊതിഞ്ഞ് ഈ സാധനം എടുത്തു. ഇതിനകത്തൊക്കെ ഉണ്ടാവുമല്ലോ. നോട്ട്ബുക്ക് ഇതിനകത്ത് പൊതിഞ്ഞ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ABC പേപ്പർ വൈറ്റിൻ്റെ ആയിരുന്നു. ഇതിൻ്റെ പല ഷെയ്ഡ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പിങ്ക് കളറുള്ളതാണ് ഈ കാണിച്ചത്. സോഷ്യൽ സയൻസിൻ്റെ ബുക്കാണ് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ ഉള്ളിലും പിങ്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നെയിം സ്ലിപ്പ് പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല, പറഞ്ഞിങ്ങനെ പോരുന്ന ടൈപ്പാണ്. പിന്നെ ഞാൻ പേരൊന്നും എഴുതിയിട്ടില്ല. ഒരു ബുക്കാണ് ഞാൻ എടുത്തിട്ടില്ല ഈ ബുക്ക്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഇതാണ് ഞാൻ പേപ്പർ സോഫ്റ്റിൻ്റെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാണിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പേപ്പർ സോഫ്റ്റിൻ്റെ. ഇത് ഇപ്രാവശ്യം എനിക്ക് ഇത് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുവാണെങ്കിൽ ഇതായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് എനിക്ക് തോന്നിയിട്ട്. ഈ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടം. ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇതാണ് ആ ഒരു ഷെയ്ഡ്. ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്കെയിൽ ഉണ്ടായിരുന്നല്ലോ. വലിയ സ്കെയിലിന് എവിടെ വെച്ചെന്ന് എനിക്കറിയാൻ പാടില്ല.
മറ്റേത് വാങ്ങിയ നട്രാജിൻ്റെ ആയിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എനിക്കിത് എന്താ ഒരാൾ തന്നതാണ്, എൻ്റെ അമ്മമ്മ തന്നതാണ്. അമ്മമ്മയുടെ ഒരു സെറ്റ് ഓഫ് പേപ്പറാണ്. നല്ല സെറ്റ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാലും ചെറിയ ടൈപ്പാട്ടോ, ഈ ഒരു വലുപ്പമുള്ള പേപ്പേഴ്സാണല്ലോ. വെച്ചിട്ട് ഞാൻ ലിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലും ഒരുപാട് ലിസ്റ്റ് ഉണ്ട്, ഇനി എന്ത് വാങ്ങണം എന്ത് വാങ്ങരുത് എന്ന് വരെയുണ്ട്. കാരണം വാങ്ങേണ്ട ഐറ്റംസ് എല്ലാവരും കൊള്ളത്തുള്ളൂ, പക്ഷെ എങ്കിലും എന്ത് വാങ്ങരുത് എന്ന് വരെയുണ്ട്. അതായത് വാങ്ങിയ സാധനങ്ങൾ ടിക്കാൻ തന്നെ ഇട്ട് പോകും, അതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. കാലിയാണല്ലോ. ലോഹഗോളം അറിയുന്നുണ്ട്. എന്ത് ഗോളം? ലോഹഗോളം. എവിടുന്ന് അവ മനസ്സിലായി? അതങ്ങനെ ആകാശത്ത് വന്നത്. ഗൈസ്, ലോഹഗോളം ആകാശത്തു നിന്ന് വീണു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് പറഞ്ഞപ്പോൾ ഈ ഒരു ഹെക്സല് യൂട്യൂബിൽ കണ്ടിട്ട് പരീക്ഷ നോക്കിയത് സത്യത്തിൽ ഫ്ലോപ്പായോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. ചുരുട്ടുന്ന പരിപാടി എനിക്ക് പറ്റിയ പരിപാടിയല്ല, അതുകൊണ്ട് ഞാനത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായോ എന്നൊരു ഡൗട്ട്. ഓക്കെ, ഇനി ഉണ്ടായിരുന്നു നമ്മുടെ നോർമൽ ഇപ്സറ സെറ്റ് ആയിരുന്നു. ഇതിനകത്ത് റൈസർ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഞാനത് വാങ്ങിയത് ഞാൻ വാങ്ങില്ലായിരുന്നു. കാരണം എറേസർ ഞാനത് സെറ്റ് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അമ്മയ്ക്ക് അറിയില്ലട്ടോ ഇതിനകത്ത് എറേസറും ഷാർപ്പനറൊക്കെ ഉള്ള കാര്യം. നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് ടൊമാറ്റോ ബോക്സ് ആണ്. ഇത് എനിക്ക് കഴിഞ്ഞ വർഷം അത് 6th പഠിക്കുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. ഞാൻ പുതിയത് വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഐറ്റം. അത് പ്രത്യേകിച്ച് അസ്തറ്റിക്ക കാണിയൊന്നും പറ്റില്ല. അസ്തറ്റിക്കായിട്ടും കാര്യമില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഐറ്റമായിരുന്നു. ഇനി വാങ്ങാണ്ട് ഇനി എനിക്ക് ലാമ്പും പേപ്പർ കട്ടറും വാങ്ങാനുണ്ട്. ഞാൻ ഈ ഒരു സെലോടാപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പശ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പശയും പിന്നെ ഞാൻ സ്പ്രേയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഈ ക്യാമറ കാണുന്നില്ലേ, എൻ്റെ ഫോൺ വെച്ചിരിക്കുന്ന ബാക്കിൽ റുബിക്സ് ക്യൂബ് ഉണ്ട്. റുബിക്സ് ക്യൂബിൻ്റെ ബാക്കിൽ പശ, സെൻറ്റ് ചെയ്തിട്ടില്ല, സ്പ്രേ എന്നീ സാധനങ്ങളുണ്ട്. ഇതാണ് കേട്ടോ നമ്മളുടെ റേസേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാവർക്കും ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമ്പോൾ എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ കിട്ടിയ എന്താ ചെയ്യുക. ഇത് ക്യാബേജ്, പിന്നെ നട്ട്, പിന്നെ തക്കാളി, മറ്റൊരു മഞ്ഞ സാധനം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിക്കിനുണ്ട് തന്നെ ഗ്രീനും പിങ്കും ഉണ്ടെന്ന്, അതാണ് ഈ ഒരു ഐറ്റം. ഇതാണ് യെല്ലോ ഷെയ്ഡ്, ഇതാണ് പിങ്ക് ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡ്. പിന്നെ ഇത് എനിക്ക് ഫ്രണ്ട് കണ്ടുള്ളൊരു റേസറാണ്. ഇതും എനിക്കൊരു ഫ്രണ്ട് കണ്ടുള്ള റേസറാണ്. പിന്നെ ഇത് കേട്ടിട്ട് നമുക്കൊരു കളിയില്ല, സ്റ്റിക്കർ.
നിങ്ങളുടെ തലയിൽ ഒരു എന്താ ക്ലോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ക്ലോ ക്ലിപ്പിൻ്റെ ഒരു പെയറാണ് ഈ ഒരു ക്ലോ ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ പറ്റും. ഒരു പെയറാണ് അതിൻ്റെ. അപ്പം ഇതും ഒരു ഇത് എന്താ മിഠായിത്തിന് പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ ഇതായിരുന്നു യൂട്യൂബിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാനേ പോയത്. അത് നോക്കുമ്പോൾ അതിൻ്റെ കളക്ഷനിൽ എനിക്ക് വേണ്ട കളറില്ല. അതായത് നടുക്ക് പിങ്ക് ഷെയ്ഡുള്ളതില്ല, പിന്നെ ഓറഞ്ച് ഷെയ്ഡുള്ളത്. അത് ഞാൻ വാങ്ങാൻ വിചാരിച്ച് നോക്കുമ്പോൾ അത് അപ്പോഴത്തേക്ക് ഒരു ചേച്ചി വാങ്ങിക്കൊണ്ട് പോയി. പിന്നെ ഞാൻ എന്താ ചെയ്യും, ഇത് വാങ്ങി. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുഞ്ഞി ക്ലോ ക്ലിപ്സ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടെ കുറച്ച് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഈ രണ്ടെണ്ണത്തിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ വേറെ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ബണ്ണും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബണ്ണൊക്കെ ഞാൻ എവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഷെയ്ഡിൽ വരുന്ന രണ്ടെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ലാവൻഡറും പിന്നെ ഒരു നോർമൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്ഥലത്തിൽ ഞാനിതിനെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ ഒരു ഐറ്റത്തിന് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 വർഷത്തെ പ്രയത്നത്തിന് ശേഷം എനിക്ക് കിട്ടിയ സാധനമാണിടോ. ഞാൻ മീഷോയിൽ നോക്കി, മീഷോന്ന് ഇതല്ലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എവിടേക്കോ സൂപ്പർ മാർക്കറ്റിലോ എവിടേക്കോ പോയപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും തരില്ലെന്ന് പറഞ്ഞേ. അവസാനം കോഴിക്കോട് ഞാൻ പറഞ്ഞില്ലേ മിഠായി തെരു പോയിന്ന്, അവിടെ ചെന്നപ്പോൾ എനിക്കിത് വന്നു. പക്ഷേ ഇതിന് തന്നെ എനിക്ക് ഈ ഒരു കളറാണ് നല്ലത്. പക്ഷേ ബ്ലാക്കിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് 300 രൂപയ്ക്ക് ഒരു വലിയ 2 ലിറ്ററിൻ്റെ സാധനം, പിന്നെ ഒരു 1 ലിറ്ററിൻ്റെ സാധനം, പിന്നെ ഒരു 500ൻ്റെ ഒരു കുഞ്ഞു സാധനം കൂടെയായിരുന്നു. അങ്ങനെ 300 രൂപയ്ക്ക്. ഇതെന്ന് പറഞ്ഞാൽ 100-200 ഒക്കെയാണ്. അല്ല പക്ഷെ നല്ല ഉറപ്പുള്ള ടൈപ്പാട്ടോ ഇത്. മീഷോയിൽ കിട്ടിയ സാധനം എനിക്ക് അത്ര ഉറപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന് കുറച്ചുകൂടെ കട്ടിയുള്ളൊരു ടൈപ്പായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇതും പെട്ടെന്ന് പൊട്ടും തോന്നുന്നു, കാരണം ഗ്ലാസ് കണ്ടില്ലേ. ഈ സാധനം പൊട്ടിയല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രോ എടുക്കാമല്ലോ, അടിയിലുള്ളത് എടുക്കാമല്ലോ. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് വെച്ചിട്ട് ആ സ്ട്രോയിലേക്ക് പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് വെച്ചിട്ടാലും ഞാൻ എന്നെ കൊണ്ട് ഉപയോഗിപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇനി ഇനിയിപ്പോൾ എന്തായാലും സ്കൂൾ പൂട്ടാൻ അധികം ദിവസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് തുറക്കാൻ അധികം ദിവസമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തോ ഒരെണ്ണം ബാക്കിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലല്ലോ. പിന്നെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു, വാങ്ങിയിട്ടില്ല. അത് പണ്ട് അമ്മമ്മയുടെ ബാഗിനകത്തുണ്ടായിരുന്നതാണ്. പൊക്കി നമുക്കിത് പിന്നെ പൊക്കാനുള്ളൂ പണി. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു റോസ് ഗോൾഡ് ചെയിനായിരുന്നു. ഞാൻ അങ്ങനെ ഹെവി ചെയിൻ ഉപയോഗിക്കുന്ന ഒരാളല്ലെങ്കിലും ഈ ശബരിമലയിൽ നിന്ന് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ നിന്നൊക്കെ കിട്ടിയ ടൈപ്പ് ഓഫ് ചെയിൻസൊക്കെ ഞാൻ എക്സാം സമയത്ത് ഇട്ടുകൊണ്ട് പോകും. എൻ്റെ ഒരു ആചാരമാണത്. എക്സാം സമയത്ത് മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ള സമയത്തൊക്കെ ഈ ഒരു ചെയിൻ ഇട്ടുകൊണ്ട് പോകും കേട്ടോ. ഞാൻ നോർമൽ ഒരു കടയിൽ നിന്ന് വാങ്ങിയ ചെയിനായിരുന്നു. ഇനി എനിക്ക് സ്റ്റഡ് വാങ്ങാനുണ്ട്. സ്റ്റഡ് വാങ്ങണോ വേണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റഡ് വാങ്ങേണ്ടതാണ് തോന്നുന്നത്. പിന്നെ ലാമ്പ് വാങ്ങാനുണ്ട്, പിന്നെ പേപ്പർ കട്ടർ
വാങ്ങാനുണ്ട്. അതൊക്കെ എനിക്ക് വാങ്ങാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതാണ്, വാങ്ങിക്കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. മഞ്ചേരി പോയിട്ട് വാങ്ങും ഓഫ് കോഴ്സ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഞാൻ ഇനിയും പല വീഡിയോസായിട്ട് വരുന്നതാണ്. ഒരു കാര്യം പറയണ്ട്, ഞാൻ വെക്കേഷനായിട്ട് അധികം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ. എങ്ങാണ്ട് ഏപ്രിലിൽ എങ്ങാണ്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ അല്ലേ, അറിയാമെന്നേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് കുറച്ച് ദിവസമേ ഉള്ളൂ നമുക്കിനി സ്കൂള് കൂട്ടാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും കുറച്ച് ദിവസം പറഞ്ഞാൽ അത്രയും കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ അല്ലാത്ത ക്രാഫ്റ്റ്സും ഉണ്ടാക്കാൻ പറ്റും. പലരും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക, പക്ഷെ ഞാൻ എല്ലാവരും ചെയ്യട്ടെ. ഞാൻ ചിലപ്പോൾ കലണ്ടറൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ ഞാനൊരു കീച്ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെയിനൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, കുപ്പി ഞാൻ ഉണ്ടാക്കിയതല്ല, പക്ഷെ അതിനകത്ത് വന്നിട്ടുള്ള റേറ്റ് നിങ്ങൾക്കൊരു സാധനം ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു സാധനം ഉണ്ടായിട്ടും ഞാൻ പുതിയൊരു ബി സ്റ്റാപ്ലർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഇനി എന്തായാലും കുഞ്ഞ് ബാഗൊക്കെ ഉണ്ടാക്കുന്നില്ലായിരുന്നു, കാരണം കുഞ്ഞ് പൗച്ച് പോലത്തെ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ആ പൗച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റാപ്ലർ കൊണ്ടുപോകുന്നില്ലല്ലോ, മിനി സ്റ്റാപ്ലർ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പിന്ന് ഞാൻ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ കുത്തിക്കറും. ചിലർക്കൊക്കെ ഇതിന് നോക്കുന്ന സൈസ് ഉണ്ടായിരിക്കും. ഞാൻ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ തിരിച്ച് നോക്കും, അപ്പോൾ തന്നെ കയ്യിൽ കുത്തി നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് കുഞ്ഞു പൗച്ച് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു പൗച്ച് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ വേണ്ട. അത് പറഞ്ഞപ്പോഴാ കമൻറ്റ് ചെയ്യേണ്ട സാധനം എന്താണെന്നറിയോ? ഈ കാണുന്ന ഐറ്റം ഇങ്ങനെ കെട്ടിയത് ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ചേരുന്നുണ്ട്. ബാക്കിൽ നിന്ന് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. കാരണം എനിക്കിത് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് ഞാൻ തോന്നുന്നത്. പക്ഷെ ബാക്കിൽ ഇങ്ങനെ ചുരുളിച്ച് കെട്ടിയതുകൊണ്ടാണ് എനിക്കങ്ങനെ ബാക്കിൽ ഇങ്ങനെ കെട്ടുന്ന ഒരു ടൈപ്പ് പറ്റില്ല. മുന്നിൽ ഇങ്ങനെ ഞാൻ പലതും ചെയ്യും, ഇങ്ങനെ ചെടിക്കൊക്കെ പലതും ഞാൻ ചെയ്യും, ഒരുപാട് ചെയ്തിട്ടുണ്ട് വെക്കേഷൻ ആയപ്പോൾ. പക്ഷെ ബാക്കിൽ നിന്ന് ചെയ്യുന്ന ടൈപ്പ്, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ട് അങ്ങോട്ട് ഇടുന്ന ടൈപ്പൊക്കെ എനിക്ക് പറ്റും. പക്ഷെ അല്ലാതെ ബാക്കിൽ നിന്ന് തന്നെ കിട്ടുന്ന ടൈപ്പ് എനിക്ക് അത്ര പറ്റുന്ന ഒരു പരിചയമുള്ള ടൈപ്പല്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു. അതുപോലെ നമുക്ക് തീരെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഗൈസ്. നമുക്ക് ഒരു 54 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ എത്രയും പെട്ടെന്നൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആക്കുകയാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ്, ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് ഡേ. ഇത് കട്ടാവോ? ഞാൻ അതിന് ഓഫാക്കേണ്ടി വരും.